വിശദമായ വാർത്തകളിലേക്ക്. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞു. ഗ്രാമിന് 25 രൂപയാണ് കുറഞ്ഞത്. 1,01,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 12,650 രൂപയിലെത്തി. ഇന്നലെ രാവിലെ പവന് 480 രൂപ കൂടി വീണ്ടും 1,02,000 മുകളിലെത്തിയ സ്വർണ്ണവില ഉച്ചയോടെ 880 രൂപ കുറഞ്ഞു. ഇടിവ് ഇന്നും തുടരുന്നുണ്ടെങ്കിലും 1,00,000 താഴേക്ക് സ്വർണ്ണവില എത്തിയിട്ടില്ല. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 2,680 രൂപയാണ് വർദ്ധിച്ചത്. ശേഷം ഇന്നലെ ഉച്ച മുതൽ വില കുറയാൻ തുടങ്ങി. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യം 1,00,000 കടന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയർന്നു. 1,04,440 രൂപയാണ് സർവകാല റെക്കോർഡ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വില കുറഞ്ഞ് 1,00,000 താഴെയെത്തിയിരുന്നു. പിന്നീട് വീണ്ടും 1,00,000 മുകളിലേക്ക് എത്തി. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. നേരിയൊരു ഇടിവ് മാത്രമാണ് ഇന്ന് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴും 1,00,000 കൂടുതൽ തന്നെയാണ് സ്വർണത്തിന് വിലയായിട്ടുള്ളത്. എത്ര രൂപ നൽകിയാലാണ് സ്വർണം ജ്വല്ലറിയിൽ നിന്ന് ലഭ്യമാകുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. സ്വർണ്ണ വ്യാപാരി അരുൺ മാർക്കോസ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ അരുൺ മാർക്കോസ്. നിലവിലത്തെ ഒരു കണക്കനുസരിച്ച് ഇന്ന് എത്ര രൂപ നൽകിയാലാണ് ഒരു പവൻ സ്വർണം ലഭിക്കുന്നത്? ഇപ്പോൾ ഇന്ന് ഗ്രാമിന് 12,670 വിലയുള്ളത്. ഏറ്റവും മിനിമം ഒരു 1,11,000 രൂപയെങ്കിലും നൽകിയാൽ മാത്രമേ ഒരു പവൻ ആഭരണം ലഭിക്കുകയുള്ളൂ ഇന്നത്തെ നിരക്കനുസരിച്ച്. ഇനി മുന്നോട്ട് ഇന്നത്തെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് കുറച്ച് വില വീണ്ടും ഡൗൺ ആകാനുള്ളൊരു ഇതാണ് നിലവിൽ കാണിക്കുന്നത്. ഇപ്പോഴത്തെ ടെൻഷനുകളിലൊക്കെ ഉണ്ടായേക്കുന്ന വ്യതിയാനങ്ങളോ ഇതില് മാർക്കറ്റിൽ നിലവിൽ ഉണ്ടായേക്കുന്ന ചില ചേഞ്ചുകളൊക്കെ സ്വർണ്ണ വിപണിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർണ്ണവില താഴേക്ക് തന്നെ പോകാനുള്ളതാണ് സാധ്യത കാണുന്നത്. ഇപ്പോൾ 1,00,000 കടന്നതിന് ശേഷവും പിന്നീട് കുറച്ച് നമ്മൾ കണ്ടത് ഈ 1,00,000 താഴെ തന്നെ വില എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീടാണ് വീണ്ടും ഒരു വില വർധനയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നോ ജ്വല്ലറികളിലേക്ക്? ജ്വല്ലറികളിലേക്ക് എൻക്വയറീസ് ന്യായമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണം മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ വിൽക്കുന്നത് സംബന്ധിച്ചുള്ള എൻക്വയറീസും വിൽക്കാനായിട്ടുള്ള ആളുകളും ജ്വല്ലറികളിലേക്ക് എത്തുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ സ്വർണം വിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കുറച്ച് കാലമായി നമ്മൾ കാണുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് പോലും ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? അതെ, അതായത് നിലവിൽ ആളുകൾ കുറച്ച് ആളുകൾ അത്യാവശ്യം സ്വർണം വാങ്ങേണ്ടതായിട്ടുള്ള ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ മുൻ വർഷ കാലത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്ന ബിസിനസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു 10-25% അല്ലെങ്കിൽ 30% എങ്കിലും ഇടിവ് ജ്വല്ലറികളിൽ അല്ലെങ്കിൽ വ്യാപാരത്തിൽ കാണുന്നുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ വ്യാപാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജ്വല്ലറികളിൽ കുറവാണ്. ജ്വല്ലറിയിലേക്ക് വാങ്ങാനായിട്ട് എത്തുന്ന ആളുകളുടെ എണ്ണവും കുറവാണ്. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു ഈ പുതുവർഷത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ സ്വർണത്തിന് വില ഏറെക്കുറെ കുറയാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്ര കണ്ടൊന്നും വില കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഇനി വരും ദിവസങ്ങളിലും സ്വർണ്ണവില താഴേക്ക് എന്നുള്ളൊരു കണക്ക് നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്ര വരെ ഇനി കുറയാനുള്ളൊരു സാധ്യതയാണ് മനസ്സിലാവുന്നത്? അങ്ങനെ നമുക്ക് പൂർണ്ണമായി എത്ര വരെ കുറയുമെന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ഐഡിയ നിലവിൽ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ തന്നെ ഇന്നലെ 60 രൂപ രാവിലെ കൂടി ഒരു മാർക്കറ്റാണ് രാവിലെ നമ്മൾ കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 110 രൂപ കുറഞ്ഞുകൊണ്ട് വലിയ ഒരു മാറ്റമാണ് ഉണ്ടായത്. അതിനുശേഷവും വീണ്ടും ഈ കുറവിന്റെ ട്രെൻഡ് ആണ് വീണ്ടും കാണിക്കുന്നത്. ഇന്നും അതിനെ തുടർന്ന് വീണ്ടും 25 രൂപയോളം ഗ്രാമിന് കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് രാവിലെ കണ്ടത്. അതിനുശേഷവും മാർക്കറ്റിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെ തുടർന്ന് 24 ക്യാരറ്റിലെ വില ഏകദേശം 70 രൂപ 80 രൂപയോളം രാവിലത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം കുറഞ്ഞിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഉച്ച കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച് ഉച്ച കഴിഞ്ഞ് വീണ്ടും സ്വർണ്ണവില കുറയാനുള്ള ഒരു സാധ്യത ാണ് നിലവിലെ ഇത് വിരൽ ചൂണ്ടുന്നത്.
അപ്പൊ അത് മുന്നോട്ട് നിലവിലെ ഒരു ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ ഒരു പവന് ഒരു ഈ ഒരാഴ്ച കൊണ്ട് ഒരു 1,200 രൂപ 2,500 രൂപ ഒക്കെ താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താം. പക്ഷെ എന്നിരുന്നാൽ തന്നെ എന്തെങ്കിലും സഡൻ ചേഞ്ച് എവിടെയും ആഗോളതലത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായാൽ വീണ്ടും പോസിറ്റീവായിട്ടുള്ള ഇതിലേക്ക് സ്വർണം വിപണി ഉണരാം, സ്വർണ്ണ വിപണി വീണ്ടും കുതിച്ചു കയറാം എന്നുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പൊ ഒരു 1 ലക്ഷത്തിൽ താഴേക്കെങ്കിലും സ്വർണ്ണവില എത്താനുള്ള ഒരു സാധ്യത നമുക്ക് കണക്ക് കൂട്ടാം അല്ലേ? 1 ലക്ഷത്തിൽ താഴേക്ക് എത്താനുള്ള സാധ്യത നിലവിലുണ്ട്. നിലവിലത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് ഈ ആഴ്ച തന്നെ 1 ലക്ഷത്തിൽ താഴേക്ക് വരെ എത്താനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ ഈ പെട്ടെന്നാണല്ലോ ഓരോ ചേഞ്ചുകൾ വരിക. എന്തെങ്കിലും ഒരു ചേഞ്ച് ഇതിനിടയ്ക്ക് സംഭവിച്ചാൽ വീണ്ടും ഒരു പക്ഷേ വില ചിലപ്പോൾ തിരിച്ച് വീണ്ടും കൂടാനുള്ള സാധ്യതയും ഉണ്ട്. നിലവിലത്തെ ഒരു കണക്കനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ ഇപ്പോൾ രാവിലെ കൂടിയെങ്കിലും വൈകുന്നേരം മുതൽ ഇത്തിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ഇന്നും പ്രതീക്ഷിക്കാമോ? ഉണ്ട്. ഇന്നും നിലവിലെ സ്ഥിതി അനുസരിച്ച് വില കുറയണം. ഉച്ച കഴിഞ്ഞ് വീണ്ടും കുറയാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ മുതൽ അതാണ്. രാവിലെ 24 ക്യാരറ്റിന്റെ വില വന്നതിന് ശേഷം ഈ സമയം വരെ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 80 രൂപയിലധികം രൂപയുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും വിലയിലും ബാധിക്കാൻ സാധ്യതയുണ്ട്. മിനിമം ഒരു 50 രൂപയെങ്കിലും കുറയത്തക്ക രീതിയിലുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അരുൺ മാർക്കോസ് പ്രതികരിച്ചതിന്. എന്തായാലും സ്വർണ്ണവില ഇനിയും ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞു കാണാനുള്ളൊരു സാധ്യതയാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് ഈ സ്വർണം വില കൂടിയിരിക്കുന്ന ഒരു സമയത്ത് ആളുകൾ എൻക്വയറി മാത്രമാണ് നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങോട്ടേക്ക് സ്വർണം വാങ്ങാനായി ആളുകൾ എത്തുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ ഈ സ്വർണം വിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ഇപ്പോൾ കുറച്ചായി തന്നെ ആളുകൾക്കുള്ളത്. കാരണം ഈ 1 ലക്ഷത്തിലേക്ക് മേലെ ഇനിയും സ്വർണം വില ഉയരും എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ആളുകൾക്കുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇരിക്കുന്ന സ്വർണം വിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഈ സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല കാര്യം. അതുകൊണ്ട് തന്നെ അതിലേക്കാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായി എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കല്യാണ സമയങ്ങളിലെല്ലാം സ്വർണം വാങ്ങുന്ന ആളുകളും കുറവൊന്നുമല്ല. എത്രയൊക്കെ സ്വർണത്തിന് വില കൂടിയാലും കല്യാണ സമയത്ത് സ്വർണം വേണമെന്നുള്ളൊരു അലിഖിത നിയമം ഉള്ളിടത്തോളം കാലം ഈ സ്വർണം വാങ്ങാൻ ആളുകൾ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നിലവിലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇന്നത്തെ ഈ ഒരു വില കുറഞ്ഞിരിക്കുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നത് ഇനിയും വില കുറയും എന്നുള്ളതാണ്. ഒരു പക്ഷേ നാളെയോ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ 1 ലക്ഷത്തിൽ താഴേക്ക് സ്വർണ്ണവില എത്താനുള്ളൊരു സാധ്യതയാണ് അദ്ദേഹം പറയുന്നത്. സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് എത്രത്തോളം ആളുകൾക്കാണ് അത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ സ്വർണ്ണവില എങ്ങനെയൊക്കെ ഈ ആളുകളെ ബാധിക്കും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ സ്വർണ്ണവിലയിലെ വലിയൊരു മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ രമ്യ നൽകും. രമ്യ, ഈ പറഞ്ഞതുപോലെ സ്വർണത്തിന് വില കഴിഞ്ഞ മാസം തന്നെ, അതായത് ഈ 2026 എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് 1 ലക്ഷം കടന്നു എന്നുള്ളൊരു വലിയൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടത്. ഇപ്പോഴും ഈ 1 ലക്ഷത്തിൽ കൂടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് സ്വർണ്ണവില ഇനിയും കുറെ കൂടി താഴേക്ക് വരാനുള്ളൊരു സാധ്യത നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ടോ? അല്ലെങ്കിൽ സാധാരണക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്വർണ്ണവില പഴയ പടിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. എന്നാൽ ആ ഒരു ആഗ്രഹം അത് ഇനി നടക്കില്ല എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ വിദഗ്ധരുടെ ഭാഗത്തു നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്നതും. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയൊരു ആശ്വാസം ഉണ്ടെങ്കിൽ പോലും അത് സാധാരണക്കാർക്ക് ആശ്വസിക്കാൻ വകയില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. സ്വർണ്ണവില കുറയുകയാണെങ്കിൽ തന്നെ പഴയൊരു വിലയിലേക്ക്, അല്ലെങ്കിൽ 1 ലക്ഷത്തിന് താഴെ എത്തിയാൽ പോലും 95,000-ന് താഴേക്ക് സ്വർണ്ണവില എത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടി വിപണി വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് പവൻ വില 200 രൂപ മാത്രമാണ് കുറഞ്ഞത്. നേരിയൊരു കുറവ് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് സ്വർണം വാങ്ങുമ്പോൾ 1 ലക്ഷത്തിലധികം വില അത് സ്വർണത്തിന് നൽകേണ്ടതുണ്ട്. എന്തു തന്നെയായാലും 1 ലക്ഷത്തിന് താഴെ എത്തുമ്പോൾ അത് ചെറിയ ഒരു ആശ്വാസം അത് സാധാരണക്കാർക്ക് നൽകും. നമുക്കറിയാം, വിവാഹ സീസണൊക്കെ വരാനിരിക്കുകയാണ്. സ്വർണം വാങ്ങാനിരിക്കുന്നവർക്കൊക്കെ വലിയൊരു ആശങ്ക തന്നെയാണ് മുന്നിലുള്ളത്. ഈ ഒരു സ്വർണ്ണവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അത് മലയാളികൾ സ്വർണത്തിനായി അല്ലെങ്കിൽ വിവാഹത്തിനായി സ്വർണം ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പറയാം. നമുക്കറിയാം, ഇപ്പോൾ
കുറച്ച് നാളുകളായി തന്നെ എടുത്തു പറയുമ്പോൾ 2026 തുടങ്ങിയത് മുതൽ തന്നെ സ്വർണ്ണവില മുകളിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. സർവകാല റെക്കോർഡായിട്ടുള്ള 1,04,000-ലേക്കൊക്കെ എത്താനും അത് കഴിഞ്ഞ് കുതിക്കുമെന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെയായി വരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്ന് ഇപ്പോൾ 200 രൂപയുടെ വില കുറവ് അതുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെയും പവന് 400 രൂപ ഉച്ചയ്ക്ക് ശേഷമായി കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ലാഭമെടുപ്പ് ശക്തമായതോടുകൂടിയാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില 1% ഇടിവ് നേരിടുന്നത്. മറ്റ് കറൻസികൾക്കെതിരെ അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് ഉയർന്നതും ഈ വിലയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രതിഫലിച്ചിട്ടുള്ളത്. അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് 2 ആഴ്ചയിലെ ഉയർന്ന നിലയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ഡോളർ നിരക്ക് ഉയരുന്നത് മറ്റ് കറൻസികളിൽ സ്വർണം വാങ്ങുന്നതിനുള്ള ചിലവ് ഉയർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണവില വീഴാനുള്ള ഒരു സാധ്യത അത് മുന്നിലുള്ളതും. അത് 10 വർഷം കാലാവധിയുള്ള US കടപ്പത്രങ്ങളിൽ നിന്നുള്ള വരുമാനം ബുധനാഴ്ച 2 ആഴ്ചത്തെ താഴ്ചയിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇക്കൊല്ലം US അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ അത് തന്നെയാണ് സ്വർണത്തെ വലിയ ഇടിവിൽ നിന്ന് തടഞ്ഞിരുന്നതും. നവംബറിലെ US തൊഴിൽ കണക്ക് 14 മാസത്തെ താഴ്ചയിലായിരുന്നു ഉണ്ടായിരുന്നത്. നവംബറിൽ പുതിയ തൊഴിലവസരങ്ങൾ വലിയ രീതിയിൽ കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇതോടുകൂടി 2026-ൽ 2 തവണയെങ്കിലും നിരക്ക് മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിപണി പ്രതീക്ഷിക്കുന്നതും. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന ചില കണക്കുകളിൽ ഇനി നിക്ഷേപകരുടെ ശ്രദ്ധ അത് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. രാജ്യാന്തര വിപണിയിൽ ഔൺസിന് 0.64% ഇടിഞ്ഞ് ഇപ്പോൾ $4,424 എന്ന നിലയിലാണ് നിലവിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. വെനസ്വേലയിലെ US സൈനിക നടപടി അത് ഇപ്പോൾ കുറച്ച് നാളുകളായി തന്നെ ഈ US വെനസ്വേലയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ അത് സ്വർണ്ണവിലയെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സൈനിക നടപടിയും ഗ്രീൻലാൻഡിന് നേരെയുള്ള ട്രംപിന്റെ ഭീഷണിയും ഒക്കെ നിക്ഷേപകരെ സ്വാധീനിച്ചു എന്ന് തന്നെയാണ് വിപണിയും വിലയിരുത്തുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള കപ്പൽ US സേന പിടിച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെ ഈ വിപണി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഈ സ്വർണ്ണാഭരണത്തിന്റെ വില കൂടുന്നതിനനുസരിച്ച് തന്നെ ക്യാരറ്റുകൾ കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങളിലേക്കാണ് ആളുകൾ ഇപ്പോൾ തിരിയുന്നത്. ഈ 18 ക്യാരറ്റ് സ്വർണ്ണത്തിന് കേരളത്തിൽ ഇന്നും 2 വിലയിലാണ് ഉള്ളത്. ഗ്രാമിന് 20 രൂപ കുറച്ച് 10,505 രൂപയാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ വില നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന് കീഴിലുള്ള ജ്വല്ലറികളിൽ 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,400 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ വെള്ളി വിലയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. വെള്ളിവില ഇന്ന് ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 255 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് കുറഞ്ഞത് 10% പണിക്കൂലിയും നികുതിയും ചേർത്ത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ തന്നെ 1,14,750 രൂപയെങ്കിലും നൽകേണ്ടി വരും. എന്ന് വെച്ചാൽ 1.25 ലക്ഷം വരെ ഇനിയും സ്വർണ്ണവില എത്താം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെ വിപണി വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. ഈ വരും ആഴ്ചകളിലൊക്കെ 1.25 ലക്ഷത്തിൽ കവിഞ്ഞ് സ്വർണ്ണവില എത്താനുള്ള സാധ്യത അത് മുന്നിൽ കാണേണ്ടതുണ്ട്. 3 മുതൽ 30% വരെ പണിക്കൂലിയെങ്കിലും കേരളത്തിൽ ജ്വല്ലറികളിലൊക്കെ ഈടാക്കുന്നുണ്ട്. ഇതിന് പുറമെ 3% GSTയും നൽകേണ്ടതുണ്ട്. ഹോൾമാർക്കിംഗ് ചാർജായി 45 രൂപയും അതിന് 18% GSTയും ഒക്കെ നൽകേണ്ടതുണ്ട്. ഇത്തരം തുകകളൊക്കെ നൽകുമ്പോൾ നല്ലൊരു വില അത് സ്വർണ്ണാഭരണം വാങ്ങിക്കാൻ ഇരിക്കുന്നവർക്ക് വലിയൊരു ആശങ്ക തന്നെയായിരിക്കും. രമ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. ഇനി ഒരു ചെറിയ രീതിയിലെങ്കിലും സ്വർണ്ണവിലയിൽ ഇടിവ് വരാനുള്ളൊരു സാധ്യതയാണ് കണക്ക് കൂട്ടുന്നത്.